ഹായ് മക്കളെ, പ്ലസ് ടു ബോർഡ് എക്സാമിനേഷന് ശേഷം 2027 നീറ്റ് അല്ലെങ്കിൽ ജെഇ പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ചാണ് സൈലത്തിൻ്റെ ധീര നീറ്റ് അതുപോലെ തന്നെ ധീര ജെഇ ബാച്ചുകൾ. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് ധീര നീറ്റിലും ധീര ജെയിലും ഒക്കെ നമ്മൾ നീറ്റിനും ജെയിക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിവിധ തരം സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ ആ സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി 6 ക്രൈറ്റീരിയകളാണ്, 6 ഡിഫറെൻറ്റ് സ്കോളർഷിപ്പുകളാണ് നിങ്ങൾക്ക് ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തേത് സൈലം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ സ്കോർ അഥവാ എക്സാറ്റ് എക്സാമിനേഷനിലെ സ്കോറാണ്. എക്സാറ്റ് എക്സാമിനേഷനിലെ സ്കോർ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു നീറ്റ് ആസ്പിരൻ്റ് ആണ്, ധീര നീറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ എക്സാറ്റ് എക്സാമിനേഷനിൽ 700 to 720 ഈ സ്കോറിനിടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പാണ് ധീര നീറ്റ് ബാച്ചിൽ ലഭിക്കാൻ പോകുന്നത്. ബാക്കി ആ സ്കോളർഷിപ്പുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നിങ്ങൾ ധീര ജെഇ ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എക്സാറ്റ് എക്സാമിനേഷനിലെ 275 to 300 സ്കോറിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ധീര ജെഇ ബാച്ചിൽ ഈ പറഞ്ഞ പോലെ 100% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി സാറ്റ് എക്സാമിനേഷൻ നിങ്ങൾ വിട്ടുപോയി, എഴുതാൻ കഴിഞ്ഞില്ല പല കാരണങ്ങൾ കൊണ്ടെങ്കിലും സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ബേസിസിലും സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ പ്ലസ് ടു ബോർഡ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ, അതായത് നിങ്ങൾ നീറ്റിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ PCB ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതെല്ലാം നിങ്ങൾ ജെയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ PCM ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ സബ്ജക്റ്റുകളിൽ 600 മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ധീര നീറ്റിലും ധീര ജെയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ CBSE ബോർഡ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ CBSE ബോർഡ് എക്സാമിനേഷനിൽ നേരത്തെ ഞാൻ പറഞ്ഞ PCB അതല്ലെങ്കിൽ PCM സബ്ജക്റ്റുകളിൽ നിങ്ങൾ 297 to 300 297 മുതൽ 300 വരെ സ്കോർ ചെയ്ത ഒരാളാണെങ്കിലും നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പാണ് ധീര നീറ്റിലും ധീര ജെയിലും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി ഇതിന് പുറമെ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ജെഇ മെയിൻ എക്സാമിനേഷൻ എഴുതിയിരുന്നു, 2026 ജെഇ മെയിൻ എക്സാമിനേഷൻ എഴുതിയിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്യാമ്പസിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. 2026 ജെഇ മെയിനിൽ 97% അതിന് മുകളിലോ സ്കോർ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ധീര ജെഇ ബാച്ചിലേക്ക് 100% സ്കോളർഷിപ്പോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. സോ IIT എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം ഇത്തവണ നമുക്ക് യാഥാർത്ഥ്യമാക്കാം. ഇതിന് പുറമെ അപ്പോൾ നിങ്ങളിപ്പോൾ ജെഇ മെയിൻ എഴുതിയിരുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്ലസ് ടു ബോർഡ് എക്സാമിൽ നിങ്ങൾ വിചാരിച്ച സ്കോറിലേക്ക് എത്തിയില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കീം എക്സാമിനേഷൻ എഴുതിയിരുന്നോ, ആ കീം എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെ ബേസിസിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളുണ്ട്. അവിടെ നമ്മൾ കീം റാങ്കിൻ്റെ ബേസിസിലാണ്. കീം റാങ്ക് 1 to 1800 നിങ്ങളുടെ കീം റാങ്കെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചുകളിലേക്ക് 100% സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. കാരണം കീമിൽ നമുക്കറിയാലോ, കേരളത്തിലെ മികച്ച കോളേജുകളിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളിപ്പോൾ ജെഇ ക്രാക്ക് ചെയ്തുകൊണ്ട് IITകളിൽ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ NITകളിൽ അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ റാങ്കിൻ്റെ ബേസിസിലുള്ള സ്കോളർഷിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. 2027 നമുക്ക് IIT അല്ലെങ്കിൽ NIT എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ധീര നീറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 2026 നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെ ബേസിസിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നിരവധി സ്കോളർഷിപ്പുകളാണ് നിങ്ങളെ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും സമയം കളയരുത്. നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ നമുക്ക് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റിവിഷന് ഒരുപാട് സമയം നമുക്ക് ലഭിക്കും. മോക്ക് എക്സാമുകൾ നമുക്ക് നിരവധി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ മക്കളെ, നമുക്ക് ഒരുമിച്ച് 2027 നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്രാക്ക് ചെയ്യാം. അടിപൊളിയായി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം.